ആ സമയം ധർമ്മപത്നിയായ വിന്ധ്യാവലി സമീപത്തിരുന്ന ജലപാത്രമെടുത്ത് ഭർത്താവിന്റെ കരസമ്പുടത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. സർവദാനവന്മാരും യാഗഹോത്രികളും കർമ്മികളും മഹർഷികളും നോക്കി നിൽക്കെ അദ്ദേഹം വടുവിനെ വിളിച്ച് അടുത്തു നിർത്തി, ബ്രാഹ്മണകുമാര, അങ്ങേക്കിഷ്ടമുള്ള സ്ഥലത്തു നിന്നും 3 അടി ഭൂമി അളന്നെടുക്കുവാൻ സമ്മതിച്ച് ഇതാ ഉദകദാനം ചെയ്യുന്നു എന്നു പറഞ്ഞ് ജലം ആ ബാലന്റെ കൈകളിലേക്ക് പകർന്നു കൊടുത്തു. വാമനമൂർത്തി ആ ജലം സ്വീകരിച്ചുകൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ചു. ദേവകൾ പൂമഴ ചൊരിഞ്ഞു സന്തോഷം പ്രകടിപ്പിച്ചു. ഇത് നോക്കിക്കൊണ്ട് ഈർഷ്യയോടെ നിന്ന ശുക്രൻ ആ അധർമ്മ പ്രവൃത്തി കണ്ടതിന് പ്രായശ്ചിത്തമായി തീർത്ഥജലമെടുത്ത് കണ്ണുകൾ കഴുകിയപ്പോൾ അതിൽ കിടന്ന കരട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു. അതെടുക്കാൻ മുനീന്ദ്രൻ വളരെ ശ്രമിച്ചിട്ടും സാധിക്കാതെയായപ്പോൾ വാമനമൂർത്തി ഒരു ദർഭാഗ്രം കൊണ്ട് അതെടുത്തുവെങ്കിലും മൂർച്ചയേറിയ ദർഭമുനയേറ്റ് ശുക്രന്റെ ഒരു കണ്ണ് എന്നേക്കുമായി പൊട്ടിപ്പോയി. മായാവാമനമൂർത്തി പെട്ടെന്ന് അത്ഭുതജനകമായ വിധം വളർന്ന് ഭൂലോകം മുഴുവനും ഒരടിയാൽ അളന്നെടുത്ത് 2ാമത്തെ അടികൊണ്ട് സ്വർഗലോകത്തെയും അളന്നു. നാഗലോകത്തു കണ്ട ഭഗവൽ തൃപാദങ്ങളെ നാൻമുഖൻ കമണ്ഡലുവിലെ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്തു. അതൊഴുകി ദേവമന്ദാകിനിയിൽ പതിച്ചു. അതോടുകൂടി അത് ഏറ്റവും മാഹാത്മ്യമേറിയ പുണ്യപ്രവാഹിനിയായി തീർന്നു. പിന്നീട് സൂര്യവംശതിലകനായ ഭഗീരഥന്റെ പ്രയത്നഫലമായി അത് ഭൂമിയിലേക്കും ആനയിക്കപ്പെട്ടു. 2 അടി അളന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയും സ്വർഗവും തീർന്നു. 3ാമത്തെ അടി എവിടെയാണ് അളക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വടുരൂപിയായി പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണ ബാലൻ സാക്ഷാൽ പരാപരനായ ശ്രീനാരായണനാണെന്ന് ധരിച്ചുകൊണ്ട് ആ ഭക്തോത്തമൻ പുളകിതഗാത്രനായി വാമനന്റെ പാടതാരിണകളിൽ നമസ്കരിച്ച് ഗദ്ഗദ കണ്ഠനായി നിവദിച്ചു. പ്രഭോ, സച്ചിദാനന്ദ സ്വരൂപനായ കൈവല്യമൂർത്തേ, നിന്തിരുവടിയുടെ പരമാർത്ഥമറിയാതെ അന്ധനായ അടിയൻ ചെയ്ത അപരാധം ക്ഷമിക്കണം. 2 അടി കൊണ്ട് നിന്തിരുവടി ഭൂലോകത്തെയും സ്വർഗലോകത്തെയും അളന്നു. 3ാമത്തെ അടി അവിടത്തെ തൃപ്പാദം അടിയന്റെ ശിരസിൽ വെച്ച് അളന്നെടുത്തുകൊള്ളുക. ആ പാദസ്പർശനമേറ്റ് അടിയൻ ധന്യനായി തീരട്ടെ. കൃപാനിധേ, അളന്നാലും അടിയന്റെ ശിരസിതാ നിന്തിരുവടിയുടെ തിരുമുമ്പിൽ നമിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ് മഹാബലി വാമനന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു.